പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സുപ്രഭാതം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഡിസംബർ 21 ശനിയാഴ്ച. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഏറ്റു പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ, കണ്ണടച്ച് ഭക്തിയോടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയേണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ നാഥനും രക്ഷകനുമായി ഏറ്റുപറഞ്ഞുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഭൂഖണ്ഡാന്തരങ്ങളിൽ കർത്താവെ, ഇപ്പോഴ് നമ്മ ശിരസ്കാരായി നിൽക്കുന്ന എല്ലാ മക്കളുടെ മേലും കർത്താവെ, നിന്റെ തിരുമുറുവാർന്ന് വലതുകരം വയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതത്തെ ഓർത്ത് നന്ദി പറയുന്ന ഈശോയെ, കർത്താവിൻ്റെ വലിയ ശക്തി കർത്താവെ, ഇത് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെ മേലും ആവശ്യിക്കേണ്ട ഈശോയെ, ഈശോ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, എല്ലാ മക്കൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിൻ്റെ വ്യവസായ സംരംഭങ്ങളെ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിന്നെ അലട്ടുന്ന എല്ലാ ജീവിത പ്രശ്നങ്ങളുടെ മേലും കർത്താവിൻ്റെ കണ്ണ ചൊരിയട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിൻ്റെ സാമ്പത്തിക മേഖലകളുടെ മേൽ, അതിൻ്റെ തടസ്സങ്ങളുടെ മേൽ കർത്താവിൻ്റെ കണ്ണ ചൊരിയട്ടെ. നീ വിടുതൽ പ്രാപിച്ചുകൊണ്ട് സാക്ഷ്യം പറയാനും സമാശ്വാസത്തെ ജീവിക്കാനും കർത്താവ് നിന്നെ സഹായിക്കട്ടെ. കർത്താവെ, രോഗികളുടെ മേലെ നീ കൈവെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കിടപ്പ് രോഗികൾ, മാസങ്ങളായി കിടന്നിട്ട് ജോലിക്ക് പോകാൻ പറ്റാതിരിക്കുന്നവരുണ്ട് ഈശോയെ. അതുകൊണ്ട് കർത്താവ് എങ്ങനെ വരും എന്ന് വിചാരിച്ചുകൊണ്ട് വിഷമിക്കുന്നുണ്ട് ഈശോയെ.
ക്രിസ്മസ് വരെ തള്ളി നിൽക്കട്ടെ, എങ്ങനെയെങ്കിലും ആവതില്ലെങ്കിലും പോയേക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് നെടുവേർപ്പെട്ട് പ്രാർത്ഥിക്കുന്ന മനുഷ്യരുണ്ട് ഈശോയെ. അവരെല്ലാം നീ സന്ദർശിക്കണം കർത്താവേ. നിൻ്റെ വചനത്തിലുള്ള ഏറ്റവും വലിയ അനുഗ്രഹം നമ്മുടെ സന്ദർശനമാണ്. ദൈവമേ, എൻ്റെ സന്ദർശന സമയം അറിഞ്ഞില്ലെന്നൊക്കെ നീ വചനത്തിൽ എഴുതിയിരിക്കുമ്പോൾ നിൻ്റെ ജോലി തന്നെ മനുഷ്യരെ സന്ദർശിക്കുക. അവരായിരിക്കുന്ന അവസ്ഥയിൽ കർത്താവ് ഒരു കുഞ്ഞാട് കർത്താവ് അത് കുരുക്കിൽപ്പെട്ട് കിടന്നപ്പോഴേ നീ അതിനെ സന്ദർശിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് 99 കഥ നീ പറയണത്. അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ചതിനേക്കാൾ അനുതാപം ആവശ്യമുള്ള ഒരു കുഞ്ഞാടിനെ കുറിച്ച്, നീതിമാനെ കുറിച്ച് നീ സ്വർഗം സന്തോഷിക്കുമെങ്കിൽ ആ സന്ദർശനത്തിൻ്റെ ഭാഗമായിട്ടാണ് ദൈവമേ സന്തോഷം വരണമെന്ന് ഞങ്ങൾക്ക് അറിയാം. കർത്താവെ, നീ ഇനിയും സന്ദർശിക്കാനുള്ളവർ അവരുടെ യോഗ്യത കൊണ്ടല്ല കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥനയുടെ യോഗ്യത കൊണ്ട് കർത്താവെ നീ അവരെ സന്ദർശിക്കണമേ. രോഗികൾ, പീഡിതര്, മനപ്രയാസമുള്ളവർ, തകർന്നു പോയവർ, ജീവിത പങ്കാളികളെ ഇറങ്ങിപ്പോയവർ, ജീവിത പങ്കാളികൾ നഷ്ടപ്പെട്ടവർ, ജീവിത പങ്കാളികൾ മരിച്ചു പോയവർ കർത്താവ് മഴ പെയ്യുമ്പോഴും അതുപോലെ തന്നെ തണുപ്പടിക്കുമ്പോഴും വല്ല ഒറ്റക്ക് ചെന്നിട്ട് തുഴഞ്ഞിട്ട് കയറാതിരിക്കുമ്പോഴും വല്ലാത്ത വിഷമമാണ്. വല്ലപാടും ചത്താൽ മതിയായിരുന്നു എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന വിഷമത്തിൽ ആൾക്കാരുണ്ട്. കർത്താവ് അവരെല്ലാം നീ സന്ദർശിക്കണേ കർത്താവെ. കർത്താവെ, അവർക്ക് ഇപ്പം പലരും എഴുന്നേറ്റിട്ടുണ്ട്, പക്ഷേ എഴുന്നേറ്റതായാലും അത് കിടന്നതായാലും എല്ലാവർക്കും ഒരുപോലെയാണ്. രാത്രി എന്തിനാകുന്നു, എന്തിനു വെളുക്കുന്നു എന്നവർക്കൊരു എത്തും പിടിയില്ലാതെ ഇങ്ങനെ ഇരുണ്ടും വെളുത്തും പോകുന്ന പോലുള്ള മനുഷ്യരുണ്ട് ഈശോയെ. അവരെല്ലാം നീ സന്ദർശിക്കണം കർത്താവെ. അവരെല്ലാം സന്ദർശിക്കണം കർത്താവെ. കർത്താവ്, കുഞ്ഞു പിള്ളേർ പോകുന്നുണ്ട് ഈശോയെ. അവരെ ചതിക്കാനിരിക്കുന്നവർ, അവർക്ക് ലഹരി മരുന്നുകൾ കൊടുത്തുകൊണ്ടും കർത്താവ് പഞ്ചാര വർത്തമാനം പറഞ്ഞുകൊണ്ടും കർത്താവ് വളരെ അങ്ങനെ വളഞ്ഞു കൂടിയിട്ട് അവസാനം ട്രാപ്പിലാക്കുന്നുണ്ട് ഈശോയെ. അതുപോലെ തന്നെ അപകട മേഖലകൾ ചരിക്കുന്നുണ്ട് ഈശോയെ. അറിയാതെ ഇങ്ങനെ സ്നേഹം നടിച്ചും പിന്നെ അങ്ങനെ തെറ്റിൽ വീഴുന്നു പോകുന്ന ആൾക്കാരുണ്ട് ഈശോയെ. അവരെല്ലാം നീ സന്ധിക്കണം പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ മക്കളിലേക്ക് ആവശ്യിക്കട്ടെ ഈശോയെ. ദൈവത്തിൻ്റെ കരുണ മക്കളിലേക്ക് ആവശ്യിക്കട്ടെ. നിങ്ങളുടെ ജോലി, നിങ്ങളുടെ യാത്ര, നിങ്ങളുടെ സംസാരം, നിങ്ങളുടെ സംസാരങ്ങൾ നിങ്ങൾ ഒപ്പിടുന്നത് പോലും ഇന്ന് ഏതെങ്കിലും കടലാസ് ഖണ്ഡത്തിൽ മക്കൾ ഒപ്പിടുന്നുണ്ടെങ്കിൽ അത് കർത്താവിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്നത്തെ ഓരോ വിഷയവും ആരോട് സംസാരിച്ചാലും ഇന്ന് അനുവാദമില്ലാതെ അവിചാരിതമായിട്ടൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് അവരുടെ കാര്യം സാധിക്കാൻ വേണ്ടി വരിഞ്ഞു കയറി വരുന്ന ആൾക്കാരുണ്ട് ഈശോയെ. അവരുണ്ടാക്കുന്ന വലിയ പ്രശ്നങ്ങളുണ്ട് ഈശോയെ. അവിടെ എല്ലാം സമീപനത്തോടെയും അങ്ങനെയുള്ള സാഹചര്യങ്ങളെ കർത്താവ് അങ്ങനെ മക്കളിൽ നിന്ന് കർത്താവ് നീ പൂർണ്ണമായിട്ടും അവരതിൽ നിന്ന് സംരക്ഷിക്കണം പ്രാർത്ഥിക്കുന്ന ഈശോയെ. അവിചാരിതമായ ഉണ്ടാകുന്ന വിഷയങ്ങൾ, ആകസ്മികമായ ദുരിതങ്ങൾ, അതെല്ലാത്തിൽ നിന്ന് യേശുക്രിസ്തു നാമത്തിൽ നിങ്ങൾ സംരക്ഷിക്കപ്പെടട്ടെ. കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം നിങ്ങളെ കൊഴുകയും ഉച്ച മുതൽ ഉള്ളംകാല് വരെ നിങ്ങൾ ഓരോ കാൽപാദങ്ങളിലും കർത്താവിൻ്റെ സംരക്ഷണം ലഭിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുറിച്ചിൻ്റെ അടയാളത്തിൽ ഇന്നത്തെ മുഴുവൻ ദൗത്യങ്ങൾ, ഇന്നത്തെ മുഴുവൻ യാത്രകൾ, ഇന്നത്തെ മുഴുവൻ സംസാരങ്ങൾ, ഇന്നത്തെ മുഴുവൻ ഇടപെടലുകളെല്ലാം കർത്താവിൻ്റെ നാമം നിങ്ങൾക്ക് ചെയ്ത് തീർക്കാനുള്ള ജോലികൾ, കർത്താവ് പോയി കണ്ട് സംസാരിക്കാനുള്ള വിഷയങ്ങൾ എല്ലാം കർത്താവ് മറ്റു സ്ഥലങ്ങളിൽ സമാധാനം ബോധിപ്പിക്കേണ്ട കാര്യങ്ങൾ എല്ലാത്തിനു മേലും ദൈവ തീരുമാനവും ദൈവികമായ ശക്തി ഉണ്ടാകട്ടെ. കർത്താവ് നിങ്ങൾ സന്ധിക്കുകയും സന്തോഷിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സുരക്ഷിതം നയിക്കുക. മക്കളെ, നമ്മൾ ഇന്ന് വീണ്ടും ഒരു വചനം വായിക്കുകയാണ്. സങ്കീർത്തനം 25:4-6, സങ്കീർത്തനം 32:8 തമ്മിൽ ഭയങ്കര പൂരകമായൊരു വചനമാണ്. കർത്താവേ, അങ്ങയുടെ മാർഗങ്ങൾ എനിക്ക് മനസ്സിലാക്കി തരണമേ. കർത്താവേ, അങ്ങയുടെ മാർഗങ്ങൾ എനിക്ക് മനസ്സിലാക്കി തരണമേ. അങ്ങയുടെ പാതകൾ എന്നെ പഠിപ്പിക്കണമേ. അങ്ങയുടെ പാതകൾ എന്നെ പഠിപ്പിക്കണമേ. കർത്താവേ, പണ്ട് മുതലേ അങ്ങ് ഞങ്ങളോട് കാണിച്ച അങ്ങയുടെ കാരുണ്യവും വിശ്വസ്തതയും അനുസ്മരിക്കണമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതായത് പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടാനുള്ള ഒരു മാർഗമുണ്ട്. അതിലൊന്ന്, ഇപ്പം നമുക്ക് ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ. ഇപ്പം നമ്മൾ പഞ്ചായത്തിൽ വില്ലേജ് ഓഫീസിൽ പോയി ചോദിക്കണം, പഞ്ചായത്തിൽ പോയി ചോദിക്കണം, സാറേ വീട് റിപ്പയർ ചെയ്യാനുള്ള സ്കീമെല്ലാം ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ അവർ പറയും
വീട് റിപ്പയർ ചെയ്യാനുള്ള സ്കീമൊന്നുമില്ല, വീട് വെച്ചു കൊടുക്കാനുള്ള ലൈഫ് മിഷൻ ഉണ്ടെന്ന് പറയും. ഞാൻ ബ്ലോക്കിൽ പോയി ചോദിക്കുകയാണ്, സാറേ കോഴിയും കോഴിക്കോടൊക്കെ വന്നോ എന്ന് ചോദിക്കുമ്പോൾ പറയും കോഴിയും കോഴിക്കോടൊന്നുമില്ല, പശു വന്നിട്ടുണ്ടെന്ന് പറയും. അപ്പോഴെന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഉള്ളത് അപേക്ഷിച്ചാൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. കിട്ടാൻ എളുപ്പമാണ്. അതാണ് പ്രാർത്ഥനയ്ക്കുള്ള ഏറ്റവും വലിയ ഗുണം. അതാണ് ദൈവം തരാൻ ഇഷ്ടപ്പെടുന്നത് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തരും. ഇപ്പൊ ഉദാഹരണത്തിന് ഇവിടെ എന്താ കിട്ടണത്? അതായത് കർത്താവേ, ഒന്ന് വായിച്ച മോനെ, കർത്താവേ അങ്ങയുടെ മാർഗങ്ങൾ എനിക്ക് മനസ്സിലാക്കി തരണമേ. അങ്ങയുടെ പാതകൾ എന്നെ പഠിപ്പിക്കണമേ. ഓക്കെ അല്ലേ? അപ്പൊ ദൈവത്തോട് ചോദിക്കുന്നത് എന്താണ്? അങ്ങയുടെ മാർഗങ്ങൾ എന്നെ പഠിപ്പിക്കണം. പാതകൾ, അങ്ങയുടെ മാർഗങ്ങൾ എന്ന് പറയുമ്പോൾ അങ്ങൊരു വിഷയത്തെ സമീപിക്കുന്ന രീതികള്, അതുപോലെ തന്നെ അങ്ങയുടെ മനസ്സിലിരിപ്പ്, നമ്മുടെ ഓരോ വിഷയങ്ങളെ കുറിച്ച് ദൈവത്തിനൊരു മനസ്സിലിരിപ്പുണ്ടാവുമല്ലോ, അത് എന്നുവെച്ചാൽ ദൈവഹിതം, അത് എന്നെ പഠിപ്പിക്കണമേ. അതെന്തുകൊണ്ടാണ് ഇതിങ്ങനെ പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. എന്താ കാര്യം അറിയാവോ? ദൈവത്തിന്റെ ഇഷ്ടം അത് തന്നെയാണ്. എന്താ കാര്യം? സങ്കീർത്തനം 32:8 വായിച്ചു നോക്കിയേ. ഞാൻ നിന്നെ ഉപദേശിക്കാം. സങ്കീർത്തനം 32:8 എന്താ പറയണത്? ഞാൻ നിന്നെ ഉപദേശിക്കാം, നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം. എന്തെങ്ങനെയാണ് പരിപാടി? കറക്റ്റ് അല്ലേ? ആ ദൈവം തന്നെ പറയണത് ഞാൻ നിന്നെ ഉപദേശിക്കാം. സങ്കീർത്തനം 32:8 അത് നീ നടക്കേണ്ട വഴി ഞാൻ നിന്നെ കാണിച്ചു തരാം. അതല്ലേ സങ്കീർത്തനം ചോദിക്കണത് 25:4 ഞാൻ നടക്കേണ്ട വഴി കർത്താവേ നീ എനിക്ക് കാണിച്ചു തരണം. അപ്പൊ എന്താണ്? വൈദ്യം കൽപ്പിച്ചതും പാര്, രോഗി ഇച്ഛിച്ചതും പാര്. അപ്പൊ അവ പെട്ടെന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ ഇരിക്കണം നമ്മുടെ പ്രാർത്ഥനകളെല്ലാം. അതായത് ഞങ്ങളെ ഈശോ പറഞ്ഞില്ലേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് എന്ന് പറഞ്ഞില്ല. എന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവഹിതപ്രകാരം അല്ലാത്ത പ്രാർത്ഥനകളും ആവശ്യങ്ങളും ഉണ്ടാവാതിരിക്കാനാണ് ഈശോ അങ്ങനെ പറഞ്ഞത്. നിന്റെ ആഗ്രഹം ദൈവഹിത പ്രകാരമാണെങ്കിൽ അത് പെട്ടെന്ന് നമുക്ക് ലഭിക്കും. അപ്പോൾ അത് ദൈവഹിത പ്രകാരമല്ലാത്ത ഒരു സിറ്റുവേഷനിലാണ് അതിനൊക്കെയാണ് നമ്മൾ പ്രലോഭനം. എന്താണ് പ്രലോഭനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവഹിത പ്രകാരമല്ലാത്തതെല്ലാം ദൈവത്തിൻ്റെ ഹിതം അനുസരിച്ചല്ലാത്ത വരുന്ന എല്ലാ സംഭവവും നമ്മുടെ ബോഡിയുടേതായിരിക്കും. അതാണ് എൻ്റെ വിഷയം. നമ്മുടെ മാംസം, അതാണ് മാംസത്തിൻ്റെ ദുരാശ എന്നൊക്കെ പറയും. മാംസത്തിന് എപ്പോഴും ദുരാശകളുണ്ടാകും. അതുകൊണ്ടാണ് ഈ പ്രൊട്ടക്ഷൻ പ്രെയർ വേണ്ടി വരണത്. എപ്പോഴും നമുക്ക് സംരക്ഷണ പ്രാർത്ഥന വരുന്നത്. അപ്പം സ്വർഗസ്ഥ പിതാവാണ് ഏറ്റവും വലിയ സംരക്ഷണ പ്രാർത്ഥന. അതിനകത്ത് ഇതെല്ലാം ഉണ്ട്. സ്വർഗസ്ഥനായ പിതാവ് നമ്മൾ ചെല്ലണേ എന്തിനാണ്? എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളൊരു സ്വർഗസ്ഥനായ പിതാവ് എനിക്കൊണ്ട് പോകും. എന്താ കാര്യം? സ്വർഗസ്ഥനായ പിതാവിൽ അന്നു വേണ്ട ആഹാരമുണ്ട്, പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് എന്നുള്ള സംരക്ഷണ പ്രാർത്ഥനയുണ്ട്. അതുപോലെ തന്നെ ദൈവഹിതത്തിനോട് യോജിച്ചുകൊണ്ട് അങ്ങ് നടക്കേണ്ട വഴി നീ നടക്കേണ്ട വഴി നിന്റെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ ഉപദേശിക്കാവുന്ന സങ്കീർത്തനം 32:8 പറയുമ്പോൾ സങ്കീർത്തനം 25:4 പറയും, കർത്താവേ ഞാൻ നടക്കേണ്ട വഴി, അങ്ങയുടെ ഹിതപ്രകാരം നടക്കേണ്ട വഴി അങ്ങനെ ഒഴിവാക്കി തരണമേ. അതെല്ലാം ഈ രണ്ടും കൂടി സമ്മേളിക്കുന്ന സ്ഥലം സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ള പ്രാർത്ഥനയാണ്. ഇപ്പോൾ സങ്കീർത്തനം 32:8 സങ്കീർത്തനം 25:4 കൂടി കൂട്ടിവെച്ചിട്ട് അതൊരു പ്രാർത്ഥനയാക്കാമെങ്കിൽ ഏറ്റവും നല്ലത് സ്വർഗസ്ഥനായ പിതാവ് തന്നെയായിരിക്കും. അതുകൊണ്ട് ദൈവഹിതപ്രകാരം ജീവിതം പുനഃക്രമീകരിക്കാൻ, ആ ദൈവത്തിൻ്റെ മനസ്സിനോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ എന്നെ സഹായിക്കണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടതും മറ്റുള്ളവരിൽ കണ്ടിട്ട് ഞങ്ങൾക്ക് ആശിച്ചു പോയതുമായിട്ടുള്ള വിഷയങ്ങളൊക്കെ ഉപരി ഞങ്ങൾ നടക്കണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്ന വഴികളിലൂടെ ഞങ്ങളെ നീ നടത്തുകയും അങ്ങയുടെ മനസ്സിന് ഞങ്ങൾക്ക് എന്ത് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു അത് വിവേചിച്ച് മനസ്സിലാക്കി അങ്ങോട്ട് ചോദിക്കാനും, അങ്ങനെ സ്നേഹത്തിലും ഒരുമിച്ച് വളരാനും, സ്നേഹത്തിൽ വളരാനും, ജീവിതത്തിൽ അങ്ങയുടെ കൂടെ സഞ്ചരിക്കാനും, ഞങ്ങൾ സമാധാനത്തിൽ നിലനിൽക്കാനും ഞങ്ങളെ സഹായിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സർവ്വസ്വര എന്നേക്കും. ആമേൻ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാകുക.